ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ കുഫു ഫറാവോയുടെ അമ്മ മഹാറാണിയുടെ ആ പിരമിഡാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികളുടെ പിരമിഡാണ് കാണുന്നത്. സാക്ഷാൽ കുഫുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ 147 മീറ്റർ ഉയരമുള്ള കുഫുവിൻ്റെ പ്രാചീന സപ്താത്ഭുതങ്ങളിലൊന്നായ പിരമിഡ്. അദ്ദേഹത്തിൻ്റെ മകനായ ഖാഫ്രയുടെ പിരമിഡ് അങ്ങ് ദൂരെ, അദ്ദേഹത്തിൻ്റെയും മകനായ മെൻകൗറയുടെ പിരമിഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ എന്തൊക്കെയോ പർച്ചേസൊക്കെ നടത്താനുള്ള പരിപാടിയാണ്. അവിടെ എല്ലാ തരം മമ്മികളും കിട്ടും. കുഫു, മെൻകൗറ, ഖാഫ്രമാരുടെ പിന്നെ പ്രതിമകൾ, പിന്നെ അനൂബിസ് ദേവൻ്റെ പ്രതിമ. അനൂബിസ് എന്ന് പറയുന്നത് തല ജാക്കലിൻ്റെ കുറുനരിയുടെ തലയും മനുഷ്യ ഉടലുമുള്ള സ്പിങ്സിൻ്റെ പ്രതിമ. സ്പിങ്സ് എന്ന് പറയുന്നത് തല മനുഷ്യൻ്റെ, ഉടൽ സിംഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള രൂപമുണ്ട്. നമുക്കവിടെ നരസിംഹം ഉണ്ടല്ലോ, തല സിംഹത്തിൻ്റെയും ഉടൽ മനുഷ്യൻ്റെയും. അപ്പോൾ അതിന് ഏകദേശം തിരിച്ചിട്ടതുപോലെ രണ്ടും ഒന്ന് തന്നെ യഥാർത്ഥത്തിൽ ഒന്നിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ അത് പർച്ചേസിൻ്റെ തിരക്കിലാണ്. ലീല ചേച്ചി അവിടെ നിന്ന് കൈ കാണിക്കൂ. അതാണ് നമ്മുടെ വെറ്ററൻ ലീഡർ ലീല ചേച്ചി. അപ്പം എല്ലാവരും ഇവിടെയുണ്ട് സുഹൃത്തുക്കളെ. ബായ്. സുഹൃത്തുക്കളെ, സ്പിങ്സിനെ കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഇത് ബാലി ടെമ്പിൾ കണ്ടോ, ഇത് ഭൂമിക്ക് അടിയിൽ കിടന്നിരുന്ന ഭാഗമാണ്. പ്രിയ സുഹൃത്തുക്കളെ, സ്പിങ്സ്, ദ ഗ്രേറ്റ് സ്പിങ്സിനെയാണ് കാണുന്നത്. അത് കാണാനാണ് നമ്മൾ വന്നത്. സ്പിങ്സ്, അപ്പോൾ ഏറ്റവും വലിയ സ്പിങ്സിൻ്റെ പ്രതിമയാണ്. 73 മീറ്റേഴ്സ്, 73 മീറ്റർ നീളം, 20 മീറ്റർ ഉയരം, 19 മീറ്റേഴ്സ്, 19 മീറ്റർ വീതി ഉള്ള സ്പിങ്സ്. അതിൻ്റെ പ്രത്യേകത തല മനുഷ്യൻ്റേതും ഉടൽ സിംഹത്തിൻ്റേതുമാണ്. തല ശരിക്ക് നോക്കിയാൽ ഇത് ഖാഫ്ര എന്ന് പറയുന്ന ഫറാവോയുടെ തലയാണ് ഖാഫ്ര. അപ്പോൾ ഇത് ഭൂമിയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്തതാണ്. അതായത് മണൽ മൂടിക്കിടന്നത് കൊണ്ട് ഈ ഭാഗമെല്ലാം മണൽ നീക്കി എക്സ്കവേറ്റ് ചെയ്തെടുത്തതാണ്, എക്സ്കവേഷൻ നടത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായിട്ട് കേടുപാടുകൾ ഒന്നും തന്നെ ഇല്ല. അതാണ് സ്പിങ്സ്. പക്ഷേ മൂക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. മൂക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നുള്ളതിന് കൃത്യമായി ഒരു ചരിത്രം പറയുന്നില്ല ആരും. പക്ഷേ ഈ പലവിധം ആക്രമണങ്ങൾ, നെപ്പോളിയൻ ഒരിക്കലും ആക്രമിച്ചിരുന്നു. അപ്പോൾ അത് മൂക്ക് ചെത്തിക്കളഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പം ഒരു സംസ്കാരം അതാണോ എന്ന് ഉറപ്പില്ല. അങ്ങനെ പലരും അലക്സാണ്ടർ കീഴടക്കിയിരുന്നു. അങ്ങനെ ആക്രമണങ്ങളിൽ മുസ്ലിംസ് ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇത് പലതരത്തിൽ നഷ്ടപ്പെട്ടിരിക്കാം. പഴയ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടതായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ മൂക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ മുഖം, ഖഫ്ര എന്ന് പറയുന്ന ആ രണ്ടാമത്തെ പിരമിഡ്, ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഇപ്പുറത്ത് നേരെ കാണാം. ഖഫ്ര പിരമിഡ്, ഖഫ്രയുടെ പേരുള്ള പിരമിഡ്, അദ്ദേഹത്തിൻ്റെ പിരമിഡ് ആണ്. അദ്ദേഹത്തിൻ്റെ മുഖമാണ് ഇത്. ശരിക്ക് സൂക്ഷിപ്പുകാരനാണ്, പിരമിഡുകളുടെ കാവൽ മാലാഖയാണ് സ്പിങ്സ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, സ്പിങ്സാണ് കാണുന്നത്. ഉണ്ടോ, നല്ല തിരക്കുമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ബഹളത്തിലും ആണ്, ഫോട്ടോയും വീഡിയോയും. അപ്പോൾ അത്ര വലിയ തിരക്കാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സ്പിങ്സിനെയാണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പിങ്സിൻ്റെ പ്രതിമ, 73 മീറ്റർ നീളം, 20 മീറ്റർ ഉയരം, 19 മീറ്റർ വീതി ഉള്ള പ്രതിമയാണ്. ഇത് മണലിന് അടിയിൽ
ബറി ചെയ്ത് കിടന്നതാണ്. ആ മണൽ നീക്കം ചെയ്തപ്പോഴാണ് ഇത് രംഗപ്രവേശം ചെയ്തത്. ഇത് കണ്ടോ, ഒരുതരം ചുണ്ണാമ്പ് കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഖുഫുവിൻ്റെ പിരമിഡ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഖാഫ്രയുടെ പിരമിഡ് കാണാം. നേരത്തെ പറഞ്ഞു ഖാഫ്രയുടെ മുഖമാണ് സ്ഫിങ്സിനുള്ളത്. ഈ സ്ഫിങ്സ് പോലെയുള്ള ഒരു ആരാധനാമൂർത്തിയാണ് വാസ്തവത്തിൽ നമ്മുടെ ഹൈന്ദവ ഫിലോസഫിയിലെ നരസിംഹം. അത് മുഖം സിംഹത്തിൻ്റേതും ഉടൽ മനുഷ്യൻ്റേതും ആണ് എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെയും ശക്തിയുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിശക്തിയും സിംഹത്തിൻ്റെ കരുത്തും ഉള്ള ദേവൻ ആണ് സ്ഫിങ്സ് ആയാലും നരസിംഹമായാലും. അപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ ബറി ചെയ്ത് കടന്നിരുന്ന സ്ഫിങ്സിൻ്റെ പ്രതിമയാണ് കാണുന്നത്. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, മെംഫിസ് സിറ്റിയിലെ കാഴ്ചകളാണ് കാണുന്നത്. മെംഫിസ് കണ്ടോ, ഇതാണ് മെംഫിസ്. മെംഫിസ് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ ആദ്യകാല തലസ്ഥാനമാണ് മെംഫിസ്. അപ്പോൾ ഈജിപ്തിൻ്റെ ആദ്യകാല തലസ്ഥാനം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ലോകത്തിലെ തന്നെ ലോകത്തിൻ്റെ തലസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെ ലോകത്തിൻ്റെ തലസ്ഥാനം. സ്ഫിങ്സ്, മറ്റൊരു സ്ഫിങ്സ്. സ്ഫിങ്സിസ് തല മനുഷ്യൻ്റെ, ഉടല് സിംഹത്തിൻ്റെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ തലസ്ഥാനമായ മെംഫിസ്. ആ സുഹൃത്തുക്കളെ, മെംഫിസ് സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. മെംഫിസ് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ പൗരാണിക തലസ്ഥാനമാണ്. അന്ന് പൗരാണിക തലസ്ഥാനം ഈജിപ്തിൻ്റെ എന്ന് പറയുമ്പം വേൾഡിൻ്റെ തന്നെ തലസ്ഥാനം എന്നാണ് ഇവർ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അന്ന് തലസ്ഥാനം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകത്ത് തന്നെ ആദ്യം തുടങ്ങിയത്. അതായത് ഒരു രാജ്യത്ത് ഒരു സിറ്റി അവിടെ അത് ഭരണ സ്ഥിരാകേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് മെംഫിസ്. ആ മെംഫിസ് സിറ്റി ഇന്ന് ആർക്കിയോളജിക്കൽ സൈറ്റിൽ പെടുത്തിയിരിക്കുകയാണ്, ലോക പൈതൃക പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. ഈ മെംഫിസ് സിറ്റി പരിപാലിക്കുന്നത് ടാ എന്ന് പറയുന്ന PTA എന്നാണ് ഇവരുടെ ഉച്ചാരണം. ആ ടാ ദേവനാണ് ഇത് സംരക്ഷിക്കുന്നത്. ടാ എന്ന് പറയുന്ന ദേവൻ ആണ് ഇതിൻ്റെ രക്ഷാധികാരി. സ്ഫിങ്സ് അവിടെ നിലകൊള്ളുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ. ഹലോ സുഹൃത്തുക്കളെ, മെംഫിസിൻ്റെ വിവിധ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മെംഫിസ് ഏറ്റവും ശക്തനായ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന റാംസിസിൻ്റെ പ്രതിമയാണ് കാണുന്നത്. അതുപോലെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം കാണാൻ ഒരു അവസരം കിട്ടി. ശ്രീകുമാരി, കല്ല് എടുത്ത് പൊക്കാൻ കഴിവുള്ള ശ്രീകുമാരി അതാ നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ളവരും ഉണ്ട്. എവിടെ സാറേ? സാറ് രാജു സാറാണ്, തമാശക്കാരനാണ്, കുഴപ്പമില്ല. നമസ്കാരം. അപ്പോൾ സുഹൃത്തുക്കളെ, അതാ വരുന്നു നമ്മുടെ നേതാവ് ലീല ഐസക് മാഡം. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ മെംഫിസിൽ കൂടി നടക്കുകയാണ്. മെംഫിസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലോക പൈതൃക പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. ഇത് സംരക്ഷിക്കുന്നത് ദേവൻ ആണ് എന്നാണ് സങ്കല്പം. അത് ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൻ്റെ കരകൗശല ആർക്കിടെക്ചറിൻ്റെ ദേവനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മെംഫിസ് സംരക്ഷിക്കുന്നത് ഇതിൻ്റെ രക്ഷാധികാരി ദേവനാകുന്നു. ഇന്ന് മെംഫിസ് എന്നുള്ള നഗരത്തിൻ്റെ പുതിയ പേര് മിറ്റ്റാഹിന എന്നാണ്.
ബിറ്ററാഹിന എന്നാണ് ഇന്ന് ഈജിപ്തിൽ മെംഫിസ് സിറ്റിയുടെ പുതിയ പേര്. ഇത് ലോക ആർക്കിയോളജിക്കൽ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. സ്പിങ്സ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ അലബാസ്റ്റർ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അലബാസ്റ്റർ സ്റ്റാച്യു. അലബാസ്റ്റർ സ്റ്റാച്യു എന്ന് പറയുന്നത് ഒരു തരം കല്ലാണ്, പ്രത്യേകതരം കല്ല്. ഈ ആലത്തിൻ്റെ ആലം എന്ന് പറയുന്ന സംഗതി, പ്രത്യേകതരം കല്ല്, അതാണ് അലബാസ്റ്റർ. ഒരു തരം കല്ല്. ആ കല്ലിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് കാണുന്നത്. ഈ പ്രതിമ നോക്കണം, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അലബാസ്റ്റർ പ്രതിമ. ഇത് റാംസിസ് സെക്കൻഡ് എന്ന് പറയുന്ന അതിശക്തനായ പ്രാചീന ഈജിപ്തിൻ്റെ ഭരണാധികാരിയുടെ പ്രതിമയാണ്. ഓക്കെ, ഇനി മുകളിലേക്ക് കയറിയാൽ ഇതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ അലബാസ്റ്റർ പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും വലുത് അലബാസ്റ്റർ. ഇത് റാംസിസ് സെക്കൻഡിൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും വലുത്. അലബാസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ ആലം എന്ന് പറയുന്ന ഒരു തരം കല്ലാണ്. അതുകൊണ്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. ഓർഡോളുക. റാംസിസ് സെക്കൻഡ്, പ്രാചീന ഈജിപ്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി റാംസിസ് സെക്കൻഡ്. അപ്പോൾ ശക്തനായ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമയും അതേപോലെ ഒരു ഗുരുത്വമുള്ള, വളരെ വലിപ്പമുള്ളതായിരിക്കണം. അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് വണങ്ങാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഉചിതമായ പ്രതിമ തന്നെയാണ് റാംസിസ് സെക്കൻഡിൻ്റെ വളരെ മനോഹരമായ പ്രതിമ. അലബാസ്റ്റർ എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് കാണുന്നത്, റാംസിസ് സെക്കൻഡിൻ്റെ പ്രതിമ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ അങ്ങ് പോകാം. റാംസിസ് സെക്കൻഡ് വളരെ മനോഹരമായ പ്രതിമ. അങ്ങനെ അലബാസ്റ്റർ സ്റ്റാച്യു കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളെ സുഹൃത്തുക്കളെ ഇവിടെ കാണാം. ഹലോ ജയശ്രീ മാഡം, എങ്ങനെയുണ്ട് പ്രതിമയെ പറ്റി എന്ത് പറയുന്നത്? ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ജോസറിൻ്റെ പിരമിഡാണ് സ്റ്റെപ്പ് പിരമിഡ്. സക്കാറയിലെ സക്കാറ സിറ്റി, ഇതാണ് സക്കാറ സിറ്റി. ഇവിടെ ഉള്ള സ്റ്റെപ്പ് പിരമിഡാണിത്. ഇത് കിങ് ജോസറിൻ്റെ പിരമിഡാണ്. ഇത് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയും പ്രമുഖ ആർക്കിടെക്റ്റും പുരോഹിതനും എല്ലാം ആയ ഇംഹോട്ടെപ്പ്. അപ്പോൾ അദ്ദേഹം എൻജിനീയറും കൂടെ ആയിരുന്നു, വാസ്തുശില്പ കലാവിദഗ്ധനും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഈ സ്റ്റെപ്പ് പിരമിഡ്. അപ്പോൾ ഇത് ആദ്യത്തെ പിരമിഡിൻ്റെ ആദ്യ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ധാരാളം ഈ ഈജിപ്തിൽ തന്നെ 100-ലധികം പിരമിഡുകളുണ്ട്. അവിടെ അങ്ങ് ദൂരെയെല്ലാം പിരമിഡിൻ്റെ പ്രാകൃത രൂപങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ക്രമേണ പിരമിഡ് ഉണ്ടാക്കി പഠിച്ച് വന്നതാണ്. അപ്പോൾ അതിൽ നിലനിൽക്കുന്ന ആദ്യകാല പിരമിഡാണ് സ്റ്റെപ്പ് പിരമിഡ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് 6 സ്റ്റെപ്പുകളാണുള്ളത്. ഇത് സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്, ആകാശത്തിലേക്ക് പോകുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഫറാവോയ്ക്ക് ജീവിതം ദൈവത്തിങ്കൽ സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടി, അത് ആകാശത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടി സ്തൂപികാകൃതിയിൽ ഉള്ള പിരമിഡിൻ്റെ നിർമ്മാണം ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ഇംഹോട്ടെപ്പായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുണ്ടായി, എങ്കിലും അദ്ദേഹം അത് പണിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ് ജോസറിൻ്റെ ഒരു വളരെ സ്വാധീനമുള്ള വ്യക്തിയായി മാറി. അദ്ദേഹത്തിൻ്റെ അസൂയാലുക്കൾ അദ്ദേഹത്തെ വകവരുത്തി ജീവനോടെ മമ്മിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം വിശുദ്ധനാക്കപ്പെടുകയും ചെയ്തു, ഇംഹോട്ടെപ്പ്. അപ്പോൾ ഇതാണ് ആദ്യകാല രൂപം.
ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള രൂപമാണ്. അതുകൊണ്ടാണ് ഇത് കാലത്തെ അതിജീവിക്കുമെന്ന് പറയുന്നത്. ഈ പിരമിഡിൻ്റെ ആകൃതി സ്റ്റെബിലിറ്റി ഉള്ളത് ജിയോമെട്രിക്കൽ രൂപമാണ്. അപ്പോൾ അതാണ് സ്റ്റെപ്പ് പിരമിഡ്, ജോസറിൻ്റെ സ്റ്റെപ്പ് പിരമിഡ് നിർമ്മിച്ചത് ഇംഹോട്ടെപ്പ്. ഓക്കെ, ജോസറിൻ്റെ സ്റ്റെപ്പ് പിരമിഡിൻ്റെ കോംപ്ലക്സ് സമീപത്ത് കാണുന്ന കോളംസാണ് ഇത്. കണ്ടോ, പാപ്പിറസ് ബണ്ടിൽസിൻ്റെ ആകൃതിയിലുള്ള പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതിൽ നിന്നാണ് പേപ്പർ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ആ പാപ്പിറസ് ചെടിയുടെ ഒരുതരം വീടാണ് അത്. അല്ല, വലിയ ഫോറസ്റ്റ് ഒന്നും ഉള്ള സ്ഥലമല്ല ഈജിപ്റ്റ്. ഒരുതരം വീട്, ഈറൻ പുല്ലുവർഗത്തിൽപ്പെട്ട പാപ്പിറസ് ചെടി. അതിൻ്റെ ബണ്ടിൽസ് പോലെയുള്ള തൂണുകളാണ്, കോളംസാണുള്ളത്. കണ്ടോ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ജോസറിൻ്റെ സ്റ്റെപ്പ് പിരമിഡാണ് കാണുന്നത്. അടുത്തു നിന്നുള്ള കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ പിരമിഡിൻ്റെ ഒരു മുൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റെപ്പ് പിരമിഡ്, ജോസർ, ഫറാവോ ജോസർ എന്ന് പറയുന്നത് നമ്മുടെ കുഫു, ഏറ്റവും ഗ്രേറ്റ് പിരമിഡിൻ്റെ കുഫു ഫറാവോയുടെ ഗ്രാൻഡ് ഫാദറായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് കുഫു പിരമിഡ്. അപ്പോൾ ഏറ്റവും വലിയ കുഫു, കാഫറെ, മെൻഖൗറെ പിരമിഡുകൾ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ പറയുന്ന ജോസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയും ആർക്കിടെക്റ്റും പുരോഹിതനുമായിരുന്നു ഇംഹോട്ടെപ്പ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ജോസറിൻ്റെ സ്റ്റെപ്പ് പിരമിഡാണ്. 6 സ്റ്റെപ്പുകളാണുള്ളത്. ഇത് പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഇംഹോട്ടെപ്പ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയും സജീവൻ, അതേ അവസരത്തിൽ എൻജിനീയർ, ആർക്കിടെക്റ്റ്, പുരോഹിതൻ എല്ലാം ആയിരുന്ന അദ്ദേഹമാണ് നിർമ്മിച്ചത്. പൊതുവെ 100-ലധികം, ഇത് പ്രാക് രൂപം എന്ന് പറയാം, ഒരു പിരമിഡിൻ്റെ പ്രാക് രൂപമായി നിർമ്മിച്ചതാണ്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള രൂപമാണ് എന്ന് മനസ്സിലായി. അതിനുശേഷമാണ് പിരമിഡുകൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയത്. ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ, കുഫു, ഖഫ്രെ ആൻഡ് മെൻകൗറെ ഒക്കെ പിന്നീടാണ് ഉണ്ടായത്. ലോകാത്ഭുതങ്ങളിൽ അതിപ്പോഴും നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നിർമ്മിച്ചതാണ് ഇത്. അങ്ങനെ അവസാനം 100-ലധികം ഉണ്ട്, അതിലധികം ഉണ്ട്. എത്രയാണെന്ന് ശരിക്കും പറഞ്ഞാൽ കണക്കൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കി പലതും നശിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൃത്യമായ കണക്കൊന്നുമില്ല. പക്ഷേ എല്ലാം തന്നെ വെസ്റ്റേൺ ബാങ്കിലാണ്, നൈലിൻ്റെ വെസ്റ്റേൺ ബാങ്കിലാണ് നിലകൊള്ളുന്നത്. ഈസ്റ്റേൺ ബാങ്കിൽ പിന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ ഈസ്റ്റേൺ ബാങ്കിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവനുള്ളവയുടെ സ്മാരകം, വെസ്റ്റേൺ ബാങ്കിലുള്ളത് മരിച്ചവരുടെ സ്മാരകം, ദാറ്റ് ഓഫ് ദ ലിവിങ്സ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഡെഡ്സ് എന്നാണ് പറയുന്നത്. അതായത് മരിച്ചവരാണ് ഈ മമ്മിഫൈ ചെയ്ത് നാളെ ഒരു കാലത്ത് ജീവിതമുണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഫറാവോമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ബാങ്കുകളിൽ മൊത്തം ഇതാണ്, പിരമിഡുകളാണ്. റെസിഡൻഷ്യൽ ഏരിയ ഈസ്റ്റേൺ ബാങ്ക്, അത് ജീവൻ ഉള്ളവരുടെ പ്ലേസ്, സ്ഥലം. ആ സ്ഥലങ്ങളെല്ലാം ജീവനുള്ളവർക്ക്. അതേ അവസരത്തിൽ വെസ്റ്റേൺ ബാങ്കിലുള്ളതോ എല്ലാം മരിച്ചവർക്കുള്ളതും. അതാണ് അതിൻ്റെ സങ്കല്പം. ഓക്കെ.